ഹലോ ചങ്ക് പങ്കാളികളെ, 2 ദിവസത്തെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം കണ്ടങ്ങളിലെല്ലാം വെള്ളം കുറേശ്ശെ, വലിയ രീതിയിലൊന്നും ഇല്ല, കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ മീനും കയറിയിട്ടുണ്ട്, വരാലും കയറിയിട്ടുണ്ട്, പുല്ലിന്റെ ഇടയിലൊക്കെ വരാല് കയറിയിട്ടുണ്ട്. ഓൾറെഡി അതിന്റെ അടിയിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മള് കണ്ട സ്റ്റിക്കൊക്കെ ആയിട്ട് ഇറങ്ങി. എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം നമുക്ക്. അടിച്ച് കയറി കുരുങ്ങി കേട്ടോ. മൊത്തം പോച്ചയാണ്ട് ഭയങ്കര സീന. അടിച്ചിട്ട് മേളി വന്ന് അടിച്ചിട്ട് നേരെ അവനെ ഫ്രോഗും കൊണ്ടങ്ങ് താഴോട്ട് പോകും. പോയിരുന്നു ചെറിയ വരാലേട്ടോ. വരാലെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഞൊട്ടല്. നമുക്ക് ഫസ്റ്റ് കിട്ടിയല്ലേ, കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല. സൈക്ക് ആ ഒരു ഭാഗത്ത് തന്നെ സാധനം കിടപ്പുണ്ടെന്ന് തോന്നാം കേട്ടോ. ചറ പറ അടിക്കുന്നു, എല്ലാം ഒരളവൊക്കെ തന്നെ, ഒറ്റ വിരിപ്പിലുള്ള സാധനമാണ്. അപ്പൊ ഇനിയും കാണും അവിടെ, നോക്കാം. സ്ട്രൈക്ക്, നൈസ് സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ. അപ്പൊ അവിടെ നിന്ന് തന്നെ ഇപ്പൊ 3 എണ്ണമായേ. അത് തന്നെ സ്റ്റൈലും വരാല്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ണി കൂടെ കയറി കേട്ടോ. വീടെത്തിക്കൊന്നും തോന്നുന്നില്ല, ഇനി മുന്നേ തീരും. ഇവിടെ എന്തുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ആ ഗ്യാപ്പ് അവിടെ ഒരു മുറിവയെന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളം തോട്ടീന്ന് കണ്ടത്തിലോട്ട് ഒഴുകുന്ന ഭാഗം. നമ്മ അടുത്തൊക്കെ മുറിവാന്നൊക്കെയാ പറയാ, മുറിവന്തല എന്നൊക്കെ പറയും. അവിടെ സ്ട്രൈക്ക് മിസ്സായ കേട്ടോ. അത് ഈ പുല്ലിനകത്ത് കയറി ഉടക്കുന്നത്, അതാണ് സീൻ. മിസ്സായനെ നമ്മൾ വെക്കുമല്ലോ. ആ പുല്ല് കിടന്നുണ്ട്, അടിച്ചത് പോലും അറിഞ്ഞില്ല കേട്ടോ. നൈസായിട്ട് ഇങ്ങോട്ട് പോയിരുന്നു. ഇതെല്ലാം ബ്ലഡ് വന്നു കേട്ടോ. എല്ലാം ചെറിയ ചെറിയ ഗ്യാപ്പ് മതി നമുക്ക് അടിക്കാന്. വലിയ ഗ്യാപ്പൊന്നും വേണമെന്നില്ല. കാര്യം ഈ പുല്ലിന്റെ അടിയിലെല്ലാം നിപ്പുണ്ട്. തവള അടിക്കാനുള്ള ഒരു ഇതില്, തീറ്റെടുക്കാനുള്ള ഒരു മൈൻഡിലാണ് അവന്മാരെല്ലാം നിൽക്കുന്നത്. ആണ്ട വരുന്നു, അത് സൈസ് അത് ഇച്ചിരി കൂടെ വലുതാ.
അടിവശം കണ്ടില്ലേ, നല്ല വെളുത്തിരിക്കുക വരാലിന്റെ. ഈ സാധനം എന്താന്ന് മനസ്സിലായി, ഇത് നമുക്ക് ആ ചൂണ്ടക്കാർക്ക് ഏറ്റവും ശല്യമുള്ള ഒരു പുല്ലിന്റെ അതിനകത്തു നിന്നുള്ള ഒരു സാധനമാണ് അത്. ഇത് പിറക്കി എടുക്കണമെങ്കിൽ ഉണ്ടല്ലോ വാൻറ്റീന്ന് ഭയങ്കര മെനക്കേട്. അതാണ്ട് ഈ സാധനമാണ് വാൻറ്റീന്ന് പിറക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് 2 മണിക്കൂറത്തെ പണിയാ. ഇത്രയും വൃത്തിയായിട്ട ഒരു പുല്ല്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഗ്യാപ്പുണ്ട്, നല്ല വലിയൊരു ഗ്യാപ്പാണ്. അത്യാവശ്യം വരാല് അടിക്കാൻ അത്യാവശ്യം ആഴമുള്ളടവാന്ന് അവിടെ ഉള്ളൊരു ചേട്ടൻ പറഞ്ഞത്. അപ്പം അവിടെ വരാലടിക്കാൻ ചാൻസ് ഉണ്ട്. പേടിച്ച് പോരുന്നു. അത്യാവശ്യം വലുതാന്ന് തോന്നുന്നു. മറ്റേനേക്കാളും വലുതാണ്, നേരത്തെ പിടിച്ചോണ്ടിരുന്നതിനേക്കാളും വലുതാണ്. അപ്പൊ ഈ ഏരിയ മൊത്തം താണ്ട് ഈ ഒരു സൈസിലാണ് ഇപ്പൊ നിക്കുന്നത്. അപ്പൊ നമ്മുടെ 6ന്റെ ജംപ് ഫ്രോ ഒരു രക്ഷയില്ല കേട്ടോ. അത് വെച്ച് മുതലാക്കി നമ്മള്. ആവശ്യം പോലെ വരാനെ പിടിച്ച്, ചെറുതും വലുതും ഒക്കെ ആയിട്ട് ആവശ്യം പോലെ വരാനെ നമ്മൾ പിടിച്ച് കയറ്റി. കിട്ടിലും ഫ്രോഗായിപ്പോയി, ഒരു രക്ഷയില്ലാത്ത സാധനമായിപ്പോയി. നല്ല മഞ്ഞിച്ചിരിക്കുന്ന വരാല്. നമുക്ക് ഇത്രയും വരാലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഇന്ന് നല്ലൊരു വേട്ട തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാരും മറന്നു പോകുന്നുണ്ട്, അങ്ങനെ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബായ്.